ഗുഡ് മോർണിംഗ് ഗൈസ്. ഇതായിപ്പോൾ എണീറ്റ് വരുന്നുള്ളൂ കേട്ടോ. സമയം ഏകദേശം 9 മണിയായിട്ടുണ്ട്. ഏട്ടൻ രാവിലെ തന്നെ ജിമ്മിന് പോയി. അപ്പോൾ നമുക്ക് വെള്ളപ്പും മുട്ടക്കറിയൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ കുറേ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഞാൻ ബാൽക്കണിക്ക് വന്ന് നോക്കിയതാണ്. നമുക്ക് ഇന്നലെ നല്ല മഴ, രാത്രിയൊക്കെ മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക, ചെറിയ തണുപ്പുണ്ട്, എന്നാലും ചൂടുണ്ട്. അങ്ങനെ കുഴപ്പമില്ല, സംഭവം രസം. കല്ലുകളെല്ലാം ഉറക്കാട്ടോ. അപ്പോൾ ബ്രഷ് ചെയ്യലും മൊബൈലിലൊക്കെ ഒന്ന് കഴിഞ്ഞു. അല്ലെങ്കിൽ പിന്നെ ആകെ തല പൊതിക്കാൻ പറ്റാത്ത പോലെ മുഖം കൂടി ആകെ ചീർത്തിട്ടേ ഉറങ്ങി വെച്ചിട്ട് ഒന്നാമത്തെ അടി കൂടിയിട്ടുണ്ട് കേട്ടോ കുറച്ച്. ഇതാണ് വന്നത്? നീച്ചി വന്നത് ആരാത്? അമ്മയുടെ സുന്ദരിയോ? നിങ്ങൾ നേരത്തെ നീച്ചത് എന്തിനാ? എൻ്റെ അച്ഛനോ? അച്ഛൻ ജിമ്മിന് പോയി രാവിലെ ജിമ്മാക്കാന്. കൊച്ചിയുടെ അവിടെ പോയി എന്നോലി കൊച്ചി. എന്തിനാ നേരത്തെ നീച്ചത് പൊന്നോ? അവിടെ വായു ആവും നീച്ചോ ഒച്ചേടും കൂടി. അങ്ങനെ മാവിൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ മാവ് ഇതാ പൊന്തി പുറത്തേക്ക് വന്നിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഞാനിത് അരച്ച് വയ്ക്കുന്ന ഒന്നുമല്ല കേട്ടോ, അത് ഇൻസ്റ്റൻറ്റ് പാലപ്പം മിക്സാണ്. ശരിക്കും ഇത് നമ്മൾ എപ്പോഴാണ് ഉണ്ടാക്കുന്നത് അതിൻ്റെ ഒരു മണിക്കൂർ മുന്നേ അല്ലെങ്കിൽ അരമണിക്കൂർ മുന്നേ, ഒരു 2 മണിക്കൂർ മുന്നേയൊക്കെ അരച്ച് വെച്ചാൽ മതി. ഞാൻ എണീക്കാൻ എന്തായാലും ലേറ്റ് ആവും എന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ 9 മണിക്ക് ഞാൻ എണീച്ചിട്ട് ഇത് ഉണ്ടാക്കണമെങ്കിൽ എനിക്ക് ഒരു 7:30-8 മണിക്കെങ്കിലും ഇത് അരച്ച് വെക്കണമല്ലോ. അപ്പോൾ ആ ഒരു മടിക്ക് ഞാൻ എന്ത് ചെയ്യും, തലേ ദിവസം ഇത് അരച്ച് വെക്കും കേട്ടോ. അതാണിത് നല്ലോണം പൊന്തി സെറ്റായത്. അപ്പോൾ പിന്നെ എന്താ പറയുക, വലിയ ബുദ്ധിമുട്ടില്ല, അല്ലെങ്കിൽ ടാസ്കുകളില്ലല്ലോ, നേരത്തെ നീക്കണം എന്നുള്ള ഒരു പ്രശ്നമില്ലല്ലോ. പിന്നെ ഞാനിത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നല്ല കേട്ടോ, നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പൊടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിവിടെ കേരള സമാജം പറഞ്ഞ മലയാളികളുടെ ഒരു കൂട്ടായ്മയുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് ഞങ്ങൾ വാങ്ങിച്ചതാണിത്. അപ്പോൾ ഇത് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലത്തെ പോലെ പെട്ടെന്ന് അങ്ങോട്ട് പൊന്തി വരണമൊന്നുമില്ല. നാട്ടിലാണെങ്കിൽ ഒന്നുകൂടി സോഫ്റ്റാണ്, നല്ല അങ്ങോട്ട് പൊന്തി നല്ല സെറ്റായിട്ട് വരും. അരമണിക്കൂർ മുന്നേ അരച്ച് വെച്ചാലും അടിപൊളിയായിട്ട് സെറ്റ് ആവും കേട്ടോ. ഇത് പിന്നെ അങ്ങനെയല്ല. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. പിന്നെ ഇതാകുമ്പോൾ ഇഷ്ടമായിട്ട് എല്ലാവർക്കും, വെള്ളപ്പൊക്കെ ആകുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണേനും അങ്ങനെ വേഗം അവിടെയൊക്കെ ക്ലീൻ ചെയ്ത് അങ്ങനെ മാവൊക്കെ സെറ്റാക്കി. പിന്നെ ഞാൻ സാധാരണ ഗ്രീൻ പീസൊക്കെയാണ് കറി ഉണ്ടാക്കുന്നത്, മുട്ടക്കറി കേട്ടോ. ഒരു മുട്ട മപ്പാസാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്താവും എന്ന് എനിക്കറിയില്ല, അത് ഉണ്ടാക്കി വെക്കുമ്പോൾ. ഞാൻ ആദ്യം ഇവിടെ വന്ന സമയത്ത് തേങ്ങ പൊതിക്കാൻ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, നിലത്ത് വെച്ച തേങ്ങ പൊതിക്കാം. നിലത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോർണറിൽ കോൺ സ്റ്റെപ്പിൻ്റെ ഒരു മൂലയിൽ അവിടെ വെച്ചിട്ട് കുത്തി പൊട്ടിക്കാൻ ചെയ്യാറ്. പിന്നെ അത് പറ്റണില്ലാന്ന് തോന്നിയപ്പോൾ ഞാൻ എന്ത് ചെയ്തത്, നമ്മുടെ ചപ്പാത്തി കോലില്ലേ, ഇത് മഴ കേട്ടോ, അതായിട്ടാണ് പൊട്ടിച്ചത്. ഒരു ദിവസം പൊട്ടിച്ചു. ഇപ്പോൾ അത് ഏട്ടാക്കി പൊട്ടിച്ചില്ലേ, നമുക്ക് പൊട്ടിച്ചോ പറ്റിക്കുന്നു. പക്ഷേ ചന്നം പിന്നെ പൊട്ടി. തേങ്ങാവെള്ളം കല്ലുട്ടിക്കുന്നുണ്ട്. അത്ര കൊടുക്കേണ്ട, കാരണം വെറുമാരില്ലേ കുറച്ച് കഴിഞ്ഞ് പോകും. ഇങ്ങനെയാണ് പൊട്ടുക, ഒന്ന് വലുതും ഒന്ന് ചെറുതും. ഇങ്ങനെ തേങ്ങ പൊട്ടാൻ പാടില്ലെന്നൊക്കെ പണ്ട് കാരണന്മാർ പറഞ്ഞേക്കാം. കറക്റ്റ് എന്താ പറയുക, ഈക്വലീക്വലായിട്ട് പൊട്ടണം എന്നൊക്കെ പറഞ്ഞത് കേൾക്കാം. ഇങ്ങനെ പൊട്ടിയാലും എന്താ സംഭവം എന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇങ്ങനെ. സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ തേങ്ങ ചിരകാറിയില്ല കേട്ടോ. തേങ്ങ ചിരകേണ്ട ഒരു ആവശ്യം വന്നാൽ ഇങ്ങനെ കൊത്തി മുറിച്ചിടും, എന്നിട്ട് എന്ത് ചെയ്യും, വേഗം മിക്സിയിലിട്ട് അരയ്ക്കും. അങ്ങനെയാണ് തേങ്ങ അരയ്ക്കാറ് ഇപ്പോൾ. എനിക്ക് തോന്നുന്നു ഇത് തന്നെയാണ് എളുപ്പം എന്നോ. കാരണം തേങ്ങ ചിരകുന്നതിനേക്കാളും കൂടുതൽ എളുപ്പം ഇതാണല്ലോ, ഇങ്ങനെ കൊത്തി മുറിച്ചിട്ട് മിക്സിയിലിടാൻ അരയ്ക്കുക. അപ്പോൾ ഇപ്പോൾ അങ്ങനെ തന്നെ ചെയ്യാറ്. അപ്പോൾ ഈ കറിയിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങാപ്പാലിൻ്റെ ആവശ്യമുണ്ടല്ലോ. സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് ഈ മുട്ട മപ്പാസ് ഉണ്ടാക്കാൻ പോണത്, കഴിക്കാൻ പോണതും ആദ്യമായിട്ട് തന്നെ. അപ്പോൾ കറി രസം ഉണ്ടെങ്കിലും ഇത് വെള്ളപ്പത്തിൻ്റെ കൂടെ ഈ കോംബോ എങ്ങനെ ഉണ്ടാവും എന്ന് എനിക്കറിയില്ല. ടേസ്റ്റ് വൈസ് എങ്ങനെ ഉണ്ടാവും എനിക്കറിയില്ല, ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. ഞാൻ സാധാരണ വെള്ളപ്പത്തിൻ്റെ കൂടെ ഗ്രീൻ പീസ്, അതേപോലെ തന്നെ നമ്മുടെ ചുവന്ന കടല, ചിക്കൻ കുറുമ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ കഴിച്ചിട്ടുള്ളൂ. അതുപോലെ ഇഷ്ടു, നമ്മളെ ഉരുളക്കിഴങ്ങ് ഉണ്ടാക്കുന്ന ഇഷ്ടു, അതൊക്കെ ഞാൻ കഴിച്ചിട്ടുള്ളൂ. അല്ലാണ്ട് ഇതിപ്പോൾ എങ്ങനെ ഉണ്ടാവും എന്ന് എനിക്കറിയില്ല. പിന്നെ അത് മാത്രമല്ല,
ഈ ഒരു വെള്ളപ്പല്ലേ, ഈ വെള്ളപ്പത്തിൻ്റെ പൊടി ഇവിടുന്ന് വാങ്ങിച്ച പൊടി അത് വലിയൊരു ഇതില്ല കേട്ടോ, രസമില്ല എന്നല്ല, ടേസ്റ്റ് ഇപ്പോൾ നാട്ടിൽ നിന്ന് നമ്മൾ കൊടുന്നതായിട്ട് നല്ല ഡിഫറൻറ്റ് ഉണ്ട്. ടേസ്റ്റ് വൈസിലായാലും പിന്നെ അരച്ച് വെച്ചത് പൊന്താനുള്ള ടൈമായാലൊക്കെ കുറേ മാറ്റമുണ്ട്. അങ്ങനെ വെള്ളപ്പവും കറിയൊക്കെ സെറ്റാക്കി. പിന്നെ ഞാൻ വെറുതെ ഒന്ന് അകത്ത് പോയപ്പോൾ ആൾ ഫോൺ കണ്ടിരിക്കട്ടോ. ഏട്ടൻ ജിമ്മൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഏട്ടൻ്റെ ഫോൺ കുറച്ച് നേരം ഇരുന്ന് കാണുകയാണ്. അങ്ങനെ ഏട്ടന് ചായയൊക്കെ കൊടുത്തു. ആ നേരം കൂടി ഞാൻ ഷർട്ടൊക്കെ ഇസ്തിരിട്ട് കൊടുത്തു. പിന്നെ ഏട്ടൻ പോയിട്ടോ, ചായ കുടിച്ചിട്ട് ആൾ പോയി. അപ്പോൾ പോണത് ഞങ്ങൾ ഇന്നിവിടെ വന്ന് ബാൽക്കണിയിൽ നോക്കി നിൽക്കൂട്ടോ. അപ്പോൾ ആൾ പറയും അച്ഛൻ പോകുന്നത് എനിക്ക് കാണണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എന്ത് ചെയ്യും, ബാൽക്കണിയിൽ വന്ന് നിൽക്കും. അപ്പോൾ ഇന്നലെ മഴ പെയ്തില്ലേ, അപ്പോൾ നല്ല റോഡൊക്കെ നല്ല നീറ്റാണ്. അല്ലെങ്കിൽ ഇവിടുത്തെ റോഡൊക്കെ നല്ല നീറ്റാട്ടോ, എപ്പോഴും ക്ലീൻ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ നല്ല രസമാണ് കാണാൻ. പിന്നെ മഴ പെയ്തുകൊണ്ട് കൂടിയിട്ട് നല്ല ഭംഗിയുണ്ട്, മരങ്ങളായാലും എന്തായാലും നല്ല രസമുണ്ട് കാണാൻ. എന്താ വേണ്ടത് നമുക്ക്? എന്ത് ജെംസ് മിഠായിയോ? താങ്ക്സ് പറഞ്ഞു അമ്മനോട്, അമ്മയല്ലേ തന്നത്. ഞാൻ ഒളിപ്പിച്ച് വെച്ചതാണ്. ഇനി ഇതാ നമുക്ക് പാത്രം കഴുകേണ്ട പരിപാടികളുണ്ട്. ചോറ് വെക്കണം, കുറച്ച് ചോറ് വെക്കണം, നമുക്കിന്ന് കഞ്ഞി വയ്ക്കാം. കുറച്ച് പൊടിയരിയുണ്ട്, അത് വെച്ചിട്ട് കഞ്ഞി വയ്ക്കണം, പാത്രം കഴുകണം, തിരുമ്പണം, കുറച്ച് പരിപാടി ഉണ്ട് കേട്ടോ. സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. എന്താ അവിടെ ഞാൻ പറഞ്ഞല്ലേ ഇറങ്ങണ്ട, അവിടെ നിന്നാൽ മതി. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാമാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തിട്ട് അത് വാങ്ങിച്ച് വരാം. ചില്ലറ ചില്ലറ വസ്തുക്കളുണ്ടായിരുന്നു, പഞ്ചസാര തീർന്നതായിരുന്നു അത്. പിന്നെ ഇനി മുതൽ രാത്രി ഞങ്ങൾ ചോറ് ഒഴിവാക്കി ചപ്പാത്തി ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്ത് ചെയ്തു, കുറച്ച് ആട്ടപ്പൊടി പിന്നെ വേറെ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് വാങ്ങിച്ച് വരുന്ന വഴിയാണ്. സത്യം പറഞ്ഞാൽ അവൾ പറഞ്ഞ പോലെ വയ്യ കേട്ടോ. താഴത്തുനിന്ന് 3ാമത്തെ നിലയിലാണ് നമ്മൾ. അതൊക്കെ കയറിയിട്ട് വേണം അതാ ഇത് മേടിക്കാൻ പോവാൻ. അയ്യോ, ക്ഷീണിച്ചോ? ഇതൊക്കെയാ ആള് കറിവേപ്പിൻ്റെലൊക്കെ. അപ്പം അതാ കരിവേപ്പിൻ്റെല, ഫ്രഷ് കരിവേപ്പിൻ്റെല. ഇതൊക്കെ ആവശ്യം വരുന്ന സമയത്തേക്ക് ഈ സാധനം കിട്ടില്ല, അല്ലാത്തപ്പോൾ കിട്ടും. പിന്നെന്താണ് ഇതെന്താ, ഓ ഫ്രൂട്ട്, ഇത് ജാമ്, മിക്സ്ഡ് ഫ്രൂട്ടിൻ്റെ. ഇതാണ് ഹോൾ വീറ്റ് ആട്ട. ഇനി മുതൽ നമ്മൾ ഡയറ്റിലാണ് ഗൈസ്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മളിപ്പോൾ ഇൻസ്റ്റാമാർട്ടിൽ നിന്ന് മേടിച്ചിട്ടുണ്ട്. എന്നാൽ രാത്രി നമുക്ക് ചപ്പാത്തി ആക്കാൻ വെച്ചിട്ടാട്ടോ. ഇന്നല്ല, ഇനി അങ്ങോട്ട് ചപ്പാത്തി ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ചപ്പാത്തി മേടിച്ചത്. അല്ല മീൻസ് ചപ്പാത്തി പൊടി മേടിച്ചത്, ആശീർവാദിൻ്റെ ഗോതമ്പാട്ട. പഞ്ചസാര ഇപ്പോൾ ഞാൻ നോക്കിയോ പഞ്ചസാര ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ജ്യൂസ് അടിക്കാൻ ഷമാമ് ഉണ്ടായിരുന്നു, അപ്പോൾ അത് ജ്യൂസ് അടിക്കാൻ വിചാരിച്ചിട്ടാണ്. ഷമാമ് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ, നല്ല രസമാണ് ജ്യൂസ് അടിച്ചാൽ. അപ്പോൾ ഇതിന് മുന്നേ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2ാമത്തെ തവണയായിട്ടത് ഇപ്പോൾ നല്ല ടേസ്റ്റാണ്, നല്ല ടേസ്റ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാനത് എപ്പോഴും ഇത് വാങ്ങിക്കാൻ പറയാറുണ്ട് ഏട്ടൻ്റെ അടുത്ത്. ഷമാമ എപ്പോൾ ജ്യൂസ് അടിക്കാൻ കൊടുത്താലും ഇവിടെ പഞ്ചസാര ഉണ്ടാവില്ല. ഇതിന് മുന്നേ കൊടുത്തപ്പോഴും പഞ്ചസാര ഇല്ലായിരുന്നു. അപ്പോൾ പിന്നെ മെയിനായിട്ട് ജ്യൂസ് അടിക്കാൻ പഞ്ചസാരയ്ക്ക് വേണ്ടിയാണ് ഇൻസ്റ്റാമാർട്ട് തുറന്നത് തന്നെ. അപ്പോൾ പിന്നെ ഇല്ലാത്ത സാധനങ്ങൾ കുറച്ചും കൂടി അങ്ങോട്ട് വാങ്ങിച്ചു. ഈ ഷമാമ ജ്യൂസ് അടിച്ച് നല്ല ടേസ്റ്റ് ആട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നാട്ടിലായാലും ഞാൻ അങ്ങനെ ഷമാമ, നമ്മുടെ വീട്ടിലൊന്നും ഷമാമ അങ്ങനെ കൊണ്ടുവരാറുന്നില്ല ജ്യൂസ് അടിക്കാനും. നമ്മൾ മാളിലൊക്കെ പോകുമ്പോൾ അവിടെ എന്താ പറയുക, ഷമാമിൻ്റെ ജ്യൂസ് എടുത്ത് കുടിക്കാറുണ്ട്, അല്ലാണ്ട് ഷമാമ വാങ്ങിച്ചിട്ട് അങ്ങനെ ജ്യൂസ് അടിക്കാറില്ല. പക്ഷെ ഇത് ഭയങ്കര ടേസ്റ്റ് ആട്ടോ, നല്ല രസമാണ്. എൻ്റെ അച്ഛനൊക്കെ പറയണേക്കെ ഗൾഫിലൊക്കെ കൂടുതൽ ഇത് യൂസ് ചെയ്യാണ്. ഗൾഫിലെല്ലാവരും ഇതൊക്കെ ജ്യൂസ് അടിച്ച് കുടിക്കാനായാലും വെറുതെ കഴിക്കാനൊക്കെ ആയാലും യൂസ് ചെയ്യാറുണ്ടെന്ന് അച്ഛൻ എപ്പോഴും പറയുന്നത്. അപ്പോൾ ഇത് ജ്യൂസ് അടിച്ചപ്പോൾ, അന്ന് ജ്യൂസ് അടിച്ചപ്പോഴും ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി, കല്ലുമൂക്കും ഭയങ്കര ഇഷ്ടമായിട്ടോ, നല്ല ടേസ്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ എന്ത് ചെയ്തു, ജ്യൂസ് അടിച്ചിട്ട് കല്ലുട്ടിക്ക് ഒരു ഗ്ലാസ് കൊടുത്തു, ഞാനും കുറച്ച് കുടിച്ചുട്ടോ. പിന്നെ ബാക്കി എന്ത് ചെയ്തു, ഒരു കപ്പിൽ ഇവിടെ അങ്ങോട്ട് എടുത്ത് വെച്ചു. അങ്ങനെ വേഗം ഞാൻ ആ മിക്സിയൊക്കെ ക്ലീൻ ചെയ്തു, ഇല്ലെങ്കിൽ പിന്നെ വേഗം ഉറുമ്പ് വരും. ഇവിടെ ആദ്യമൊന്നും അങ്ങനെ ഉറുമ്പ് വരാറില്ലായിരുന്നു, ഇപ്പോൾ പിന്നെ വേഗം ഉറുമ്പ് വരും. അത് കാരണം വേഗം മിക്സിയും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്തു വിട്ടാ. എന്നാൽ ആ പാത്രം കൊണ്ട് കഴുകിച്ചു. അപ്പോൾ പിന്നെ വേറെ എന്താ പറയുക, ടാസ്കുകളൊന്നും ഇല്ലല്ലോ. രസമുണ്ടാ? സൂപ്പറാ. ആദ്യം കൊടുത്ത ജ്യൂസ് മുഴുവതാ ഇവിടെ തട്ടി ഫുള്ള് തട്ടി, കണ്ടോ? ഇതൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ട് വേണം.
സുന്ദരിയായാ നോട്ടെ സോഫ്റ്റ് ആയ മുഖം പരത്തി കൊടുക്കണോ ഓക്കെ ഓക്കെ അപ്പോൾ സുന്ദരി അവര് കല്യാണിക്കുട്ടീൻ്റെ കുളിയും ഒരുക്കും ഒക്കെ കഴിഞ്ഞ് സുന്ദരി മണിയായിട്ട് ഇരിക്കുകയാണ് ഉഫ് എന്താ ഈ കുപ്പായത്തിൽ എന്താ ഉള്ളത് ബട്ടപ്പായോ ബട്ടർഫ്ലൈ ബട്ടപ്പായി അപ്പോൾ ഇതാ ഞങ്ങളുടെ കഞ്ഞിയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അന്ന് ഛർദ്ദിച്ചതിന് ശേഷം വാങ്ങിച്ചു കേട്ടോ ഈ പൊടിയരി അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്ത് അതങ്ങോട്ട് കഞ്ഞി വയ്ക്കും കാരണം അത് നല്ല രസമുള്ള പൊടിയരി കഞ്ഞി കുടിക്കാനേ അപ്പോൾ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യും ഞാനും ഓളും കൂടി ഉച്ചയ്ക്ക് അത് കുടിക്കും അങ്ങനെ അതാ പൊടിയരി കഞ്ഞിയൊക്കെ കുടിക്കുന്നുണ്ട് ആൾ സെറ്റാട്ടോ അതിനുള്ള ഞാൻ കുളിച്ചൊക്കെ വന്നിട്ട് എൻ്റെ കുളിയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത് പൂവാണ് എന്താ ശവന്നാറി പൂവാണിത് താമരപ്പൂവല്ല കുളിച്ച് പിന്നെ അങ്ങനെ ആ ഉച്ചക്കത്തെ കഞ്ഞുടിക്കലും ചിരിക്കലും കളിക്കലും കുറച്ച് നേരത്തെ ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു ഈവനിങ് ആയപ്പോൾ ഒരു 5:30 ആയപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു ബ്രെഡ് കഴിക്കാൻ വന്നിട്ട് ബ്രെഡ് ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ വൈകുന്നേരം ഞാൻ കൊടുക്കാറുണ്ട് അപ്പോൾ ബ്രെഡ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞങ്ങൾ വാങ്ങിച്ച ബ്രെഡാണെങ്കിൽ ബ്രൗൺ ബ്രെഡ് ആയി പോയിട്ടോ അത് അവർക്ക് ഇഷ്ടമാവുമെന്ന് എനിക്കറിയില്ല അപ്പോൾ എനിക്കിഷ്ടമാണ് എനിക്ക് കുഴപ്പമില്ല അപ്പോൾ അതിലേക്ക് ജാമ് തേക്കാൻ വേണ്ടിയിട്ട് ഞാൻ തേക്കാമെന്ന് പറഞ്ഞിട്ട് കുട്ടി സമ്മതിക്കുന്നേ ഇല്ല കേട്ടോ ഒരു 3-4 ദിവസം കഴിക്കാൻ പറ്റുന്ന ജാമ് ഒറ്റ ദിവസം കൊണ്ട് തീർക്കും തോന്നുന്നുണ്ട് അങ്ങനെ എന്തൊക്കെയൊക്കെയോ കാട്ടുന്നുണ്ട് സമ്മതിക്കുന്നേ ഇല്ല കേട്ടോ അതുകൊണ്ട് തരാൻ സമ്മതിക്കുന്നില്ല പക്ഷേ ജാമ് കൂട്ടി ബ്രെഡ് കഴിക്കാൻ അവൾക്ക് വലിയ താല്പര്യമില്ല കേട്ടോ അവൾ പീനട്ട് ബട്ടറൊക്കെ ആക്കി കൊടുത്താൽ അവൾ കഴിക്കാറുണ്ട് പിന്നെ നമ്മൾ ബ്രെഡ് പൊരിച്ച് കൊടുത്താൽ കഴിക്കാറുണ്ട് ബ്രെഡ് ഓംലെറ്റ് കഴിക്കും പിന്നെ വെറുതെ ചായയിൽ മുക്കി കൊടുത്താലും കഴിക്കും പക്ഷേ ജാമ് തേച്ചിട്ട് എനിക്ക് തോന്നുന്നു വലിയ താല്പര്യമില്ല അവൾക്ക് പിന്നെ അത് വെച്ചിട്ട് എന്തൊക്കെയൊക്കെയോ കളിക്കുന്നുണ്ടായിരുന്നു ഞാൻ പറഞ്ഞാൽ തീരെ കേൾക്കുന്നില്ല കേട്ടോ അങ്ങനെ ഞാൻ പറഞ്ഞു ഞാൻ ആക്കിത്തരാം പക്ഷെ അത് കേട്ടതേ ഇല്ല അങ്ങനെ അതെന്ത് ചെയ്തു എന്തൊക്കെയോ ആ കാട്ടി തിന്നു കേട്ടത് അവൾ അപ്പോൾ ഈ ചായ കുടിക്കലും കഞ്ഞി കുടിക്കലും അതേപോലെ തന്നെ വൈകുന്നേരത്തെ ചായയുടെയും കിടത്ത് ഉറക്കൊക്കെ കഴിഞ്ഞ് എനിക്ക് ഓർമ്മയുള്ള സമയത്ത് മാത്രം ഞാൻ ഇങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യുള്ളൂ കേട്ടോ സ്കിൻ കെയർ എന്നൊന്നും പറയാൻ പറ്റില്ല ഒരു മോയ്സ്ചറൈസർ അത് മാത്രം തേക്കുള്ളൂ കേട്ടോ അതിന് എനിക്ക് ഡോക്ടർ എഴുതി തന്നതാണ് അപ്പോൾ പിന്നെ എനിക്ക് എപ്പോഴാണ് ഓർമ്മ ഉള്ളത് ആ സമയത്ത് മാത്രം ഞാൻ ഈ ചെയ്യുള്ളൂ മിക്ക ദിവസങ്ങളിൽ എനിക്ക് ഓർമ്മ ഉണ്ടാവാറില്ല പിന്നെ മുടിയൊക്കെ ഒന്ന് വാരി പണിഞ്ഞ് കെട്ടി മുടിയുടെ അവസ്ഥ പറയണ്ട കേട്ടോ ഇവിടെ വന്നേ പിന്നെ എന്താ പറയുക മുടി കൊടിയാന്ന് പറഞ്ഞാൽ അതിൻ്റെ എക്സ്ട്രീം ലെവലെത്തിയിട്ടുണ്ട് അത്രയും കൊഴിച്ചില്ല മുടിക്ക് പിന്നെ 2-3 ദിവസം കൂടുമ്പോൾ ഞാൻ തല നനയ്ക്കാറുള്ളൂ എന്നാൽ കൂടെ കൊഴിച്ചിലൊരു മാറ്റമില്ല പിന്നെ ഞാൻ എന്ത് ചെയ്തു ഒരുപാട് തുണിയൊക്കെ ഉണ്ടായിരുന്നു തിരുമ്പിയത് അതൊക്കെ എന്ത് ചെയ്തു തോരയിടാൻ വേണ്ടിയിട്ട് കൊണ്ടിട്ടു പിന്നെ വൈകുന്നേരം നമുക്ക് ചപ്പാത്തിയും ചിക്കനും കേട്ടോ അപ്പോൾ ഇനി അതിൻ്റെ കുറച്ച് പരിപാടികളിലേക്ക് കിടക്കാനുണ്ട് വൈകുന്നേരം മീൻസ് രാത്രി അപ്പം ഇനി അതൊക്കെ ചെയ്യാനുണ്ട് പിന്നെ ഇന്നത്തെ ദിവസങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള റൊട്ടീൻസ് ഞങ്ങളുടെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ ഇനിയിപ്പോൾ ഒരു കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് രാത്രിത്തെ പരിപാടികൾ ചപ്പാത്തി ഉണ്ടാക്കുക ചിക്കൻ കറി ഉണ്ടാക്കുക അതാണ് പിന്നെ നല്ല മഴ കാറ് വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ നല്ല മഴ ഇന്നലെ ഇന്നുമായിട്ട് നല്ല മഴയായിരുന്നു അപ്പോൾ കുറച്ച് നേരം മഴ പെയ്യുന്നതിന് മുന്നേ ആ വെള്ളം കുന്നിട്ട് പോകാൻ വേണ്ടിയിട്ട് തുണിയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തോരട്ടു അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണുന്നത് വരെ എല്ലാവർക്കും ബൈ